ഞങ്ങൾ ചെറിയൊരു ട്രിപ്പിലാണ് ബാംഗ്ലൂർക്കാണ് പോകുന്നത്. അവിടെയാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെയൊക്കെ വീട്. അപ്പം അവര് തിരിച്ച് UK നാളെ തിരിച്ച് പോവുക. അപ്പം അവരെ കയറ്റി വിടാനൊക്കെ ആയിട്ട് പോവുക. പിന്നെ 3 വർഷമായി ഞങ്ങളിപ്പം പോയിട്ട്, ചേച്ചിക്ക് പോയി പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം ഇന്ന് ഇത്തവണ പോയേക്കാന്ന് കരുതി. ഞങ്ങൾ പോകുന്നത് കമ്പം, തേനി, ദിണ്ടികൾ അങ്ങനെ ഒരു റൂട്ടിലാണ്, സേലമൊക്കെ കൂടി. ഈ വഴിക്ക് നമ്മൾ ഏറ്റവും വലിയൊരു കുഴപ്പമൊന്നും ചില ഭയങ്കര വണ്ടിത്തിരക്കാണ്. രാവിലെ പടപടാന്ന് വണ്ടി ഓവർടേക്ക് ചെയ്ത്, അതുപോലെ വളവും ബെല്ലുള്ള വഴിയായുണ്ട്. മൊത്തം പണിക്കാരെ കൊണ്ട് പോകുന്ന വണ്ടികളാണ്. റോഡും കുറച്ച് മോശം. ഇത്രയും വണ്ടികൾ പോകുന്ന വഴിയായിട്ടും തമിഴ്നാട്ടിൽ മറ്റു വഴികളൊക്കെ അടിപൊളി, പക്ഷെ ഇവിടെ മാത്രം ഭയങ്കര മോശമാണ്. ഇവിടെ നിന്ന് നമ്മുടെ കമ്പത്തിന്റെ ഏകദേശം ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുമേ. നമ്മളിങ്ങനെ അടിവാരത്തോടെ ഇറങ്ങി ചെല്ലുക, കമ്പത്തേക്ക് ചെല്ലുന്ന വഴിയാണ്. നല്ല വണ്ടിത്തിരക്കാവുകൊണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി കാണാനുള്ളൊരു, വണ്ടി നിർത്തി കാണാനുള്ള സൗകര്യമില്ലതാ. ഈ റൂട്ട് പിന്നെ ആനയൊന്നും ഇല്ലല്ലോ അടി. മറ്റേ റൂട്ട് വരുവാണെങ്കിൽ ഉണ്ട് അല്ലെ, ബോഡി വഴി കയറി വരുവാണെങ്കിൽ ആനയുണ്ട്. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കമ്പത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എയർപോർട്ട് മനസ്സിലായി സ്ട്രേറ്റ് വഴിയായി. ഇനിയിപ്പം യാത്ര നല്ല സുഖമായിരിക്കും, ഒരു കുഴപ്പമില്ലായിരിക്കും, അല്ലേ കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. യശുകൂട്ടനൊക്കെ നല്ല ഉറക്കമാണ്, എന്റെ മടിയിലിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ മമ്മി ലൂക്കാച്ചോ നിന്ന് കാഴ്ച കാണിച്ച. ലൂക്കാച്ചോ നോക്കുന്നുണ്ട്. പുള്ളിയുടെ ആയിട്ടുണ്ട് കൊണ്ട് പുള്ളി അങ്ങനെ കാഴ്ച കണ്ടിരിക്കുക. രാവിലെ ഡാഡിയാണ് ഡ്രൈവിങ്. ഹെയർ പിൻ ബെന്റെ ഒക്കെ ഡാഡിയാണ് കൊണ്ട് ഓടിക്കുന്നത്. ഡാഡിക്ക് അങ്ങനത്തെ റൂട്ടുകൾ ഓടിക്കാനാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും ഡാഡി പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ഡാഡിയാണ് രാവിലെ വണ്ടി എടുക്കാറ്. സാധാരണ ഞങ്ങൾ ബാംഗ്ലൂർ പോകുമ്പോൾ ഒരു ദിണ്ടിഗൽ വരെ ഡാഡി അങ്ങ് ഓടിക്കും, പിന്നെ ഞാൻ ഓടിക്കും. അങ്ങനെയാണ്. ഇപ്പൊ ഒരു മൂടനുസരിച്ച് ഞങ്ങൾ അങ്ങ് പോകും. നല്ല വെയിലടിക്കുന്നുണ്ട് ഇപ്പൊ അല്ലേ, വെയിൽ തുടങ്ങി. ഫുള്ള് കൃഷിയാണ് ഇവിടെ കണ്ട നമ്മുടെ കുട്ടനാട് ഫീൽ ആട്ടോ. തമിഴ്നാടെന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ കുട്ടനാട് എന്ന് വേണേൽ പറയാം. മൊത്തം നെൽകൃഷിയാണ് ഇവിടെ. അടിപൊളി വ്യൂ ആണ്. ഒരു കാള ഇങ്ങനെ നമ്മുടെ നോക്കി നിൽക്കുക, നമ്മുടെ വണ്ടി നോക്കി നിൽക്കുക. അപ്പുറത്ത് പണിക്കാരൊന്ന് രാവിലെ 7:15 ആയതേ ഉള്ളൂ, തകർത്ത് പണിയുവാ. ബ്രേക്ക്ഫാസ്റ്റ് ഇവര് രാവിലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നമുക്കില്ല. ഞാൻ ഡാഡിയും പിന്നെ ദോശ അടിക്കണം. പെണ്ണുങ്ങളുടെ ചോറും ചിക്കൻ കറി അവിടെ ചമ്മന്തി അടിപൊളി കേസാ ഇവര് സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങളേതെങ്കിലും കടയിൽ കയറി കഴിക്കും. ഇവിടെയാ നമ്മള് സ്ഥിരമായിട്ട് പോകുമ്പോ കഴിക്കാൻ കയറുന്നു. അതിനായിരിക്കുന്ന വടയും ചട്നിയോ? ഞാൻ ചട്നി വേണേ. കൊള്ളാം, വട കൊള്ളാം. അങ്ങനെ സാമ്പാറോ? സാമ്പാർ എങ്ങനെ നോക്കട്ടെ. മദാലസ എങ്ങനെയുണ്ട് ഫുഡ്? വെജിറ്റേറിയൻ പൊറോട്ടയും ബീഫും കഴിക്കുന്നതായിരുന്നു നല്ലേ. ഇവിടെ കിട്ടുമല്ലോ. ഇഷ്ടം. അതിനമ്മ ചോറും കടുക് മാങ്ങാച്ചാറും പിന്നെ ഇത് എന്താ പറയുക ചിക്കൻ കറിയും കൂടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളപ്പം തട്ടാൻ പോവാം. ഈ ഹോട്ടലിൽ തന്നെ ഒരു പാർക്കിംഗ് ആണ് ഇവിടെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നല്ല ചോറും ചിക്കൻ കറി ഞമ്മന്തിയെ കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ കയറുന്ന ദോശയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവർ രണ്ടും ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഡാഡി ലൂക്കാച്ചനെ കൊണ്ട് നടക്കുക. യസുകൂട്ടൻ ചോറ് കഴിക്കുന്നുണ്ടോ? പോകുന്ന വഴിക്ക് ഒരു കപ്പലുണ്ട് കേട്ടോ, ടൈറ്റാനിക്കിന്റെ ഒരു
നമ്മുടെ Demo. ഫെസ്റ്റ് വന്നിട്ട് ഇവിടെ എന്തോ ഫെസ്റ്റ് അങ്ങനെ നടക്കും അതാ. അപ്പൊ നമ്മൾ സേലത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പൊ സമയം 12:09. നല്ല ട്രാഫിക്കും ഉണ്ട്. 12:09 സമയം. പക്ഷെ നമ്മൾ എവിടെ തിരി എവിടെ പോവാ? ഇത് നമ്മുടെ കാറ്റാടി ഇല്ലേ, വിൻഡ്മില്ല്, അതിന്റെ ലീഫായി കാണുന്നേ. ഒറ്റ ലീഫിന്റെ നീളം എന്തെങ്കിലും നോക്കണം. ഇത് ഭയങ്കര പുളിയാണ്, ഭയങ്കര നീളമാണ്. തീർന്നിട്ടില്ല ഓർമ്മ. അപ്പൊ നമ്മുടെ ഫുഡ് റെഡി. നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ കഴിക്കുന്ന മെയിൻ സാധനം തന്നെയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതിലൊരു കബാബും കൂടെ വരാനുണ്ട്, അതോടെ വരുമ്പോൾ ഞാൻ കാണിക്കാം. എല്ലാവരും മെയ്യ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ഇങ്ങോട്ട് അടി ടേസ്റ്റ് എങ്ങനെയുണ്ട്? അല്ല അല്ലേ, അന്നത്തെ പോലെ തന്നെയാണോ? കൊള്ളാമോ? അതുകൊണ്ട് നമ്മൾ ഈ വലിയ സെറ്റപ്പ് ഒന്നും ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ ഫുഡിൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാനിന്ന് ടേസ്റ്റ് നോക്കട്ടെ കൊണ്ടുവന്നേ. ഇതുണ്ട്, ഇതാ നമ്മൾ ഐറ്റം. കൊള്ളാം, പഴയ പോലെ നല്ല സൂപ്പർ ടേസ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കട തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെയാ നല്ല ടേസ്റ്റാ. രസകൂട്ട ചിക്കൻ കഴിക്കുന്നില്ലേ? കുക്കുമ്പറാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ കബാബും വന്നിട്ടുണ്ടേ. അതങ്ങനെ നോക്കിയ സൂപ്പർ സാധനമാണ്. അപ്പൊ കബാബ് ഉദ്ദേശിച്ചു നോട്ടെ. കബാബ് സെറ്റപ്പാന്ന് തോന്നുന്നു കണ്ടു തന്നെ. അടിപൊളി കേട്ടോ, സൂപ്പറാ. ഇനി ഇട്ടില്ലോ, നല്ല ചൂട്, നല്ല നമ്മൾ വെക്കുന്ന പോലെ വ്യത്യസ്തമായ ടേസ്റ്റ്. തമിഴ്നാട്ടിലെ ചില ഫുഡുകൾക്ക് നല്ല ടേസ്റ്റാ. ഇതുകൊണ്ട് അതെ. അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയാണേ. അതിനിടയ്ക്ക് നമ്മുടെ ലൂക്കാച്ചിന് ഒരു ചെറിയ പണിയൊക്കെ കൊടുത്തു. ഇച്ചാ അവിടെ നോക്കിയേ, ഫുള്ള് കഴുകി. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണേ. ലൂക്കാച്ചൻ കിടക്കുന്നു. എടാ ലൂക്കാച്ച, എന്നെ പണിയാണോ കാണിച്ചത്? മമ്മി രക്ഷപ്പെട്ടു. മമ്മി വൈറ്റ് ഒക്കെ ഇട്ടിരിക്കുവായിരുന്നു. നമ്മളിപ്പം ബാംഗ്ലൂർ എത്തിയേ. നമ്മളിപ്പം 3 വർഷം മുന്നേ വന്നത്. അന്ന് വന്നതിനെക്കാട്ടിലും ഭയങ്കരമായിട്ടും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മെട്രോ ഒക്കെ ഇവിടെ വന്നു. നേരത്തെ ഇങ്ങോട്ടില്ല, ഈ റൂട്ടിലില്ലായിരുന്നു മെട്രോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. അതെടാ, ഞങ്ങളുടെ ആദ്യത്തെ കൺമണിയല്ലേ? ആദ്യത്തെ കൺമണി ആരാ? ഞാൻ.
Excellent. അതെ, ആരുടെയാ ബർത്ത്ഡേ? ആദ്യം ചേട്ടായി തരണ്ടേ? മമ്മി അടുത്ത് പോയി. മമ്മി ഞാൻ പൊളിയാന്ന് ഇത് ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കരിയാപ്പില കൊണ്ടുവന്ന, അപ്പോൾ വാടിപ്പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിരത്തിയിട്ടതാണേ. നല്ല ഫ്രഷ് കരിയാപ്പില. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണേ. ചേച്ചിയും ഞാനും കൂടെ മാത്രം ഇറങ്ങി, പിള്ളേരെ ഒന്നും കൂട്ടിയില്ല. ഇവിടെ അടുത്താണ്, ഞങ്ങൾ ജസ്റ്റ് നടന്നൊന്ന് പോകാമെന്ന് കരുതി. ഇനി 3 വർഷം കഴിഞ്ഞിട്ടല്ലേ ചേച്ചിയുടെ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരുമിച്ച് പോകണമെങ്കിൽ അല്ല, ചിലപ്പോൾ 2 വർഷത്തിനുള്ളിൽ വരുമായിരിക്കും, അറിയത്തില്ല. കുറേ ദൂരം ചേച്ചി ഇല്ല, ഒരു ജസ്റ്റ് 5 minutes വാക്കുള്ളൂ. ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഇങ്ങനെ എന്തുകൊണ്ടിലാണ് വിൽക്കുന്നത്? മൊസമ്പി, പേരയ്ക്ക, മമ്മി പേരയ്ക്ക എനിക്ക് നമ്മൾ എന്നാ വില നോക്കിയാൽ 1 കിലോയ്ക്ക് 80 രൂപ. 1 കിലോ 80 രൂപ. ഇന്നുണ്ടോ? ഗണേശചതുർത്തിക്ക് ആൾക്കാർ ഇതിങ്ങനെ പൊസഷനായിട്ട് പോകും. എന്നേജ് പൊസഷനായിട്ട് പോകും ഗണേശനെ കൊണ്ട്. എന്നിട്ട് 4 ദിവസം ഇന്നല്ല, ഇന്നിങ്ങനെ വെക്കും വീട്ടിൽ പൂജയൊക്കെ ചെയ്ത് വെക്കും. എന്നിട്ട് 4ാമത്തെ ദിവസം 5ാം എത്ര ദിവസം ഇത് കറക്റ്റ് അറിയത്തില്ല, ഇത്ര ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ ജാവയായിട്ട് പോയിട്ട് മാറ്റിക്കൊണ്ടേ മുക്കും. അവിടെ കണ്ടത് ഈ മണ്ണ് വെച്ചുണ്ടാക്കിയതാണ്. അവിടെ തന്നെ ഇങ്ങനെ അലുത്ത് പോകും. അതാണ് കഴിഞ്ഞ നമ്മൾ ഉണ്ണിയുടെ കല്യാണ സമയത്താണ് കണ്ട് നമ്മൾ മജസ്റ്റിക് പോയില്ലേ, എന്നിട്ട് ഭയങ്കര തിരക്ക്. അതും ഈ സമയമായിരുന്നു. ഇത് എവിടെ കൊണ്ടേ ഒഴുക്കുന്നത്? ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആറുണ്ട്. ഇവിടെ കന്നഡ പറഞ്ഞാൽ കേരാന്നാ പറയുന്നത്. കേര മേടിക്കാൻ ചേച്ചി നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ചേച്ചി ഒരു ജ്യൂസ് കുടിച്ചാലോ? ജ്യൂസ് കുടിക്കാം. ഭയങ്കര ചൂട്, ടയർഡായി. എന്നാ ചേച്ചി പറഞ്ഞു? 2 അകൽമിൽക്കും 2 പൈനാപ്പിൾ ജ്യൂസ്. അകൽമിൽക്ക് പാഴ്സലല്ലേ? അകൽമിൽക്ക് പാഴ്സൽ വീട്ടിൽ സമാധാനമായിട്ട്. ഇപ്പം ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് പോകാം. ഞങ്ങൾ നടക്കുമായിരുന്നു ഇത്ര നേരം. വീട്ടിലെത്തി. ഇതാണ് ചേച്ചിയുടെ വീട്. അതും ചേച്ചിയുടെ ഒക്കെ, അത് പക്ഷേ റെൻറ്റിന് കൊടുത്തേക്കും. ഇതാണ് ആശിഷ് ഭവൻ.
ഇത് ആശിഷിൻ്റെ മക്കൾ ഭവൻ. മക്കൾസ്. ഹലോ, എന്നാ പരിപാടി? എന്നാ പരിപാടിയായിരുന്നു? അമ്മ ഫോട്ടോ എടുക്കുന്നു. കരയാ തിരിച്ച് സമയം 11 മണിയായേ. ചേച്ചിയും എല്ലാവരും ചേട്ടായൊക്കെ തിരിച്ചു പോവുക. ഇനി എന്നാണ് കാണുന്നത്? ഇനി 3 വർഷം കഴിഞ്ഞിട്ട് 3 വർഷമാവോ? ഇപ്പം എയർപോർട്ടിൽ പോവാം. എന്നിട്ട് ഫ്ലൈറ്റില് 4:30 രാവിലെ. ഹെസുനെ നോക്കട്ടെ. ഹെസു ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുക. മമ്മിയൊക്കെ കരയാൻ റെഡി ആയിട്ടിരിക്കുന്നു. കിസുകുട്ടൻ ഉറങ്ങി. ലൂക്കാച്ചിനെ റെഡിയാക്കട്ടെ. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അവർ ഒരു ക്യാബ് വിളിച്ചിട്ടുണ്ട്, ഇന്നോവ. ഞങ്ങൾ അവരെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങും. ഇപ്പം ഫ്ലൈറ്റ് 4 മണിക്കല്ലേ? 4:30ക്കാണ്. ഇവിടുന്നൊരു 1 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഞങ്ങൾ പുറകെ പോകും. വിനായക ചതുർത്ഥിയുടെ സെലിബ്രേഷനൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. റോഡെല്ലാം നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റേജൊക്കെ കെട്ടി നമ്മുടെ ഗണപതിനെ എല്ലാം പ്രതിഷ്ഠ വെച്ചിട്ടൊക്കെയുണ്ട്. നല്ല ഭംഗിയുണ്ട് എല്ലായിടം കാണാനൊക്കെ, പ്രത്യേകിച്ച് രാത്രിയിൽ. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തിയേ. ഇത് പാർക്കിങ്ങിലായിപ്പം. ഇനി നമ്മൾ ടെർമിനൽ 2 നിന്നാണ് അവരുടെ ഡിപ്പാർച്ചർ. അപ്പം അങ്ങോട്ട് പോവുക. ആ
അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ വരുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം കഴിഞ്ഞേ. ചേച്ചീനെയും ചേട്ടായിനെയും പിള്ളേരെയൊക്കെ തിരിച്ച് ഇവരെ UK പറഞ്ഞു വിടുക എന്നല്ല, അവരെ കയറ്റി വിടുക എന്നുള്ളതായിരുന്നു ഇത്തവണ ബാംഗ്ലൂർ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം. അതേതായാലും കഴിഞ്ഞു. ഇനി അവർ വരുന്നവരിങ്ങനെ വെയിറ്റ് ചെയ്യണം. അതുവരെ വീഡിയോ കോളിലൂടെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമമൊക്കെ. നമുക്ക് ഇനി എന്നാ കാണുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് പോകണം, നമ്മുടെ വിഷമങ്ങളൊന്നുമല്ലല്ലോ മെയിൻ. എല്ലാവർക്കും അവരുടേതായിട്ട് ലൈഫൊക്കെ ഇല്ലേ. പിന്നെ ഇപ്പം വീഡിയോ കോഴ്സിലൊക്കെ കൂടെ കാണാമെന്നുള്ള ഒരു സന്തോഷം. അപ്പം ഓക്കെ, എൻ്റെ ഈ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.